ജോസിന് എന്തോ ഐഡിയ പറയാണ്ട് എന്താ ജോസേ? ഇന്ന് നമ്മുടെ കൂടെയുള്ള സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിളാണ്. ലെറ്റ്സ് വെൽക്കം പൂജ ആൻഡ് അമൽ. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിൾസ് ആണ് നിങ്ങൾ. വെറുതെ ചിരിപ്പിക്കരുത്. അവളോട് ചോദിക്കാനുള്ള പോയി ചോദിക്കും. മാരേജ് ലൈഫ് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. നിങ്ങൾ അത്യാവശ്യം ഒരു 5 വയസ്സ് 6 വയസ്സ് വ്യത്യാസമല്ലേ വ്യത്യാസം, ഏജ് വ്യത്യാസം ഉള്ളത്. അപ്പൊ എല്ലാരും പറയും നിങ്ങളുടെ ലൈഫ് നല്ല തേഞ്ഞു പോകുന്നൊക്കെ പറയുന്നത്. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. നിങ്ങളൊക്കെ ഈ എനിക്ക് തന്നെ വിശ്വാസമില്ല. വിചാരിച്ചൊരു മാരേജ് ലൈഫാണോ ഇപ്പൊ കിട്ടുന്നത്? നിങ്ങള് ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഓക്കെ. +1 റിസൾട്ട് വന്നു. +1 റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാരും പറയുന്നു +1 റിസൾട്ട് വന്നെങ്കിൽ അത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല, എത്രയാണ് മാർക്ക്, എത്ര A+ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും ഞാൻ പറയുക. കള്ളം പറയാനല്ല, എല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. A+ എനിക്ക് ഒരു A+ ഉള്ളൂ, ബാക്കിയെല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. അതൊരു ഭയങ്കര വെടിയാണ്. നീ കുറെ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ആണ്. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. ലൈഫ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ, എന്തിനാ ഇങ്ങനെ ചെയ്ത്? അച്ഛനും അമ്മയും നിങ്ങൾ ഹാപ്പിയാന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അങ്ങനെ കാണില്ല. പൂജയുടെ പാരന്റ്സിന്റെ കാര്യവും പറയുന്നത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. പൂജ ഫാമിലിനെ വിട്ടു വന്നത് വലിയൊരു തെറ്റാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അച്ഛനും അമ്മേനും വിട്ട് കളഞ്ഞിട്ട് ഇപ്പൊ പോയത് പിന്നെ ഒരു നാൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. വാഴയും വെച്ചാ മതിയായിരുന്നു. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉസ്മാനെ രക്ഷപ്പെട്ടോ.